ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമുക്ക് പഴനി വഴി കൊടൈക്കനാലിലോട്ട് ട്രിപ്പ് പോയാലോ? ശരിക്കും ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ പഴനി എത്തിയപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയായി. 6 മണിയായി പിന്നെ റൂമൊക്കെ തപ്പി പിടിച്ച് റൂം കിട്ടി ഒന്ന് ഫ്രഷായി അമ്പലത്തിലെത്തിയപ്പോൾ ഒരു 7 മണിയായി. ഫസ്റ്റ് ടൈമാണ് അമ്പലം വിസിറ്റ് ചെയ്യുന്നത്. സോ അത് കാരണം തന്നെ അവിടെ എന്താണ് കാര്യങ്ങളൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. മുകളിലോട്ടൊന്നും ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ മുകളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ പിറ്റേ ദിവസം നമുക്ക് കൊടൈക്കനാലിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 8 മണിയായി കേട്ടോ. അത് കാരണം തന്നെ കുറച്ച് ലേറ്റായി കൊടൈക്കനാലിലോട്ട് ഇറങ്ങിയപ്പം. ഞങ്ങളങ്ങനെ കൊടൈക്കനാലിലെത്തി ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയത് ലേക്കിലോട്ടാണ്. ലേക്കിലെത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അത് കാരണം തന്നെ അവിടെ ഒത്തിരി നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം പെട്ടെന്ന് തന്നെ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത സ്പോട്ട് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന നല്ല സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. നല്ല തണലുണ്ടായിരുന്നു, അതുപോലെ നല്ല കാറ്റാടി മരത്തിൻ്റെ തണലുണ്ടായിരുന്നു. അവിടെ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുരങ്ങന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ നോക്കി അവരുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് കൊച്ചിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കുരങ്ങന്മാരെ കണ്ടിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലെത്തി. പൈൻ ഫോറസ്റ്റ് സൺഡേ ആയതാണ് തന്നെ പൈൻ ഫോറസ്റ്റ് ഭയങ്കര ക്രൗഡായിരുന്നു. അവിടെയാണ് കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത്. കുതിരയൊക്കെ കണ്ടാവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം അതുവഴിയൊക്കെ നടന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പൈൻ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോയേക്കാമെന്ന് ചോദിച്ചു. നല്ല രീതിയിൽ ടയേർഡായിരുന്നു. ഞാൻ തലേ ദിവസം പഴനി കയറിയതും ഒക്കെ കാരണം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത സ്പോട്ട് ഏതാണെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേവിലോട്ടൊന്നും പോകണ്ട, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം കാറിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കേവിലോട്ടൊന്ന് കയറിയിട്ട് ഇറങ്ങിയേക്കാമെന്ന്. ആക്ച്വലി ഈ ഗുണ കേവിനെ റിലേറ്റ് ചെയ്തിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും കേവിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഗേറ്റ് വഴി കേവും കണ്ടു. പിന്നെ അതുവഴി സുരക്ഷയ്ക്കായിട്ട് കെട്ടിയിരിക്കുന്ന ഗ്രില്ലൊക്കെ കണ്ട് അവിടെ കുറേ വേരുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഹാപ്പിയായി. പിന്നെ വേരിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ അന്ന് രാത്രി തന്നെ കൊടൈക്കനാലിൽ വിട്ട് വീട്ടിലെത്തി കേട്ടോ. പിറ്റേ ദിവസം യാദൃച്ഛികമായിട്ട് ഞങ്ങൾ മഞ്ഞമ്മ സിനിമ ബുക്ക് ചെയ്ത് കാണാൻ പോയി. അതൊന്നൊന്നൊരു അനുഭവമായിരുന്നു. തലേ ദിവസം നേരിൽ കണ്ട സ്ഥലങ്ങളൊക്കെ ഫ്രെയിമിൽ കണ്ടപ്പം അതിൻ്റെ പിന്നിൽ വലിയൊരു സർവൈവൽ ത്രില്ലറിൻ്റെ കഥ ഒളിഞ്ഞിരിക്കുന്നതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ 3 ദിവസം ഞങ്ങൾ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.